അപ്പോൾ ഏത് ധൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കുന്നപ്പൂ വൈലപ്പള്ളിയെ ഓർക്കാതെ നമുക്കൊരു വിഷുദിനം കടന്നു പോവില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഐശ്വര്യപൂർണ്ണമായ സമ്പൽ സമൃദ്ധമായ ഒരു നിറഞ്ഞ വിഷു ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ ഹാപ്പി വിഷു പറയുന്നു, ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യ വാർത്തയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇന്ന് ഇതുവരെ പറഞ്ഞ വിഷുവിൻ്റെ ഐശ്വര്യമോ സമാധാനമോ ശാന്തിയോ ഒക്കെ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാക്കി ഇസ്രായേലിന് നേരെ ഇറാന്റെ ആക്രമണത്തെ നേരിടാൻ തയ്യാറെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി അടിയന്തര യോഗം വിളിച്ചു. G7 രാജ്യങ്ങളും യോഗം ചേരുന്നുണ്ട്. ഡമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇറാന്റെ ആക്രമണം. 300 ഡ്രോണുകളും 10 ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ഇറാന്റെ ആക്രമണം. ആക്രമണത്തിന് പിന്നാലെ അടിച്ച വ്യോമപാതകൾ തുറക്കുമെന്ന് ഇസ്രായേലും ജോർദാനും അറിയിച്ചു. ഇസ്രായേലിലെ നെഗേവി വ്യോമത്താവളത്തിനും സൈനിക കേന്ദ്രത്തിനും കനത്ത നാശനഷ്ടമുണ്ടായി. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാഖ്, ലബനൻ എന്നീ രാജ്യങ്ങൾ വ്യോമപാത അടച്ചു. ഇസ്രായേലിന് നേരെയുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. ഇസ്രായേലിന് നേരെ യമനിലെ ഹൂതികളും ആക്രമണം തുടങ്ങി. ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്ന് നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. സംഘർഷ സാഹചര്യം ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി അടിയന്തര യോഗം വിളിച്ചു. ഇരു രാജ്യങ്ങളും സംഘർഷത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. അടിയന്തര സാഹചര്യം ചർച്ച ചെയ്യാൻ G7 രാജ്യങ്ങളുടെ യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇസ്രായേലിന് ഇരുമ്പ് കവചമൊരുക്കി സംരക്ഷിക്കുമെന്നും ബൈഡൻ പറഞ്ഞു. എന്നാൽ ആക്രമണത്തിൽ നേരിട്ട് പങ്കാളിയാകില്ലെന്നും ബൈഡൻ അറിയിച്ചു. ഇസ്രായേലിനെ പിന്തുണയ്ക്കരുതെന്ന് ജോർദാന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ആക്രമണത്തെ ജർമ്മനി, ബ്രിട്ടൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ അപലപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. അപ്പോൾ കോൺസുലേറ്റ് എംബസി എന്നൊക്കെ പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ് എല്ലാ രാജ്യങ്ങളുടെയും. അപ്പോൾ അവിടെ കോൺസുലേറ്റിൽ ആക്രമണം ഉണ്ടാകുന്നു, തിരിച്ചടിക്കുന്നു ഇറാൻ. വീണ്ടും അസമാധാനത്തിലേക്ക്, അശാന്തിയിലേക്ക് ലോകം പോകുന്നു എന്നത് കഷ്ടമാണ് എന്നേ പറയാനുള്ളൂ. ബന്ധപ്പെട്ടവർ ആയുധം നടത്തി അരി വാങ്ങുന്ന രാജ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് എന്ത് സന്തോഷം നേടുന്നുവെന്തോ എന്ന് ഒരു വിശദാംശത്തിലെ ആശങ്കയായി മനസ്സിൽ കിടക്കുകയാണ്. എന്തായാലും ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിൽ 3 മലയാളികളെന്ന് സ്ഥിരീകരണം. വയനാട്, കോഴിക്കോട്, പാലക്കാട് സ്വദേശികളാണ് ബന്ദികളായത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടലിൽ പ്രതീക്ഷയിലാണ് മൂവരുടെയും കുടുംബം. മലയാളികളടക്കം 17 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ വിദേശകാര്യ മന്ത്രാലയം ശ്രമം ഊർജിതമാക്കി. കോഴിക്കോട് വെള്ളിവർമ്പ് സ്വദേശി തേലാമ്പറമ്പത്ത് ശ്യാംനാഥ് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അവധി കഴിഞ്ഞ് തിരിച്ചുപോയത്. ദുബായിൽ നിന്ന് മുംബൈയിലേക്കുള്ള യാത്രക്കിടെയാണ് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്. 10 വർഷമായി MSC കമ്പനിയിൽ ജോലി ചെയ്യുന്ന ശ്യാംനാഥ് മറ്റന്നാൾ നാട്ടിലേക്ക് തിരികെ വരാനിരിക്കെയാണ് സംഭവം. കപ്പലിലെ എഞ്ചിൻ വിഭാഗത്തിൽ സെക്കൻഡ് എഞ്ചിനീയർ ആണ് ശ്യാംനാഥ്. ബോംബെയിൽ നിന്ന് ഒരു ക്യാപ്റ്റൻ പ്രതാപൻ എന്ന് പറഞ്ഞിട്ട് ആളെ വിളിക്കുന്നു. ഇങ്ങനെ ഷിപ്പ് ദുബായിൽ നിന്ന് വിട്ടു. ഒരു 90 നോട്ടിക്കൽ മൈലിൽ ഇവർ ഇറാൻ ഹെലികോപ്റ്ററിൽ ഇറങ്ങി. അപ്പോൾ അവരുടെ ഹെലികോപ്റ്റർ നേരെ ഷിപ്പിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ 2-3 ഇറങ്ങി ഇവരെല്ലാം സീസ് ചെയ്തു. അവരിങ്ങോട്ട് വിളിച്ചതാണ്. പിന്നെ നമ്മൾ വിളിച്ചു നോക്കിയപ്പം അവരെടുക്കണില്ല. അവൻ്റെ കല്യാണമായിരുന്നു മെയ് 20-ന്. അപ്പോൾ ഏപ്രിൽ 15-നാണ് അവൻ വന്നത്. സെപ്റ്റംബർ 17-നാണ് തിരിച്ചു പോയത്. വയനാട് പാൽവെളിച്ചം സ്വദേശി ധനുഷും ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ജീവനക്കാരനാണ്. ആശങ്കയുടെ മുൾമുനയിലാണ് ഇതേ കപ്പലിൽ ജോലി ചെയ്തിരുന്ന പാലക്കാട് വടശ്ശേരി സ്വദേശി സുമേഷിന്റെ കുടുംബവും. MSC കമ്പനി അധികൃതരും കേന്ദ്ര സംസ്ഥാന സർക്കാർ പ്രതിനിധികളും 3 പേരുടെ കുടുംബങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. 24 കോഴിക്കോട്. അപ്പോൾ നമ്മൾ പലസ്തീനിൽ കാണുന്നുണ്ട് ഇപ്പോഴും അവിടെ പാവങ്ങളെ, നിരപരാധികളെ, സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ കൊന്നോടിക്കൊണ്ട് ഇസ്രായേൽ കുരുതി നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ മറ്റൊരു കുരുതിക്കളമാകാതിരിക്കട്ടെ ആ മേഖല എന്നൊരിക്കൽ കൂടി ആഗ്രഹിക്കുകയാണ്. അതായത് ഇവിടെ വിനീത് നാരായണൻകുട്ടി ചോദിക്കുന്നു, ഹായ് ആഷ്മി, വിഷു ആശംസകൾ. താങ്ക് യു ഏട്ടാ. വിഷു സദ്യ കഴിച്ചോ? ഇല്ല, നമ്മുടെ ക്യാൻറ്റീനിൽ ഗംഭീര വിഷു സദ്യ ഒരുങ്ങുന്നുണ്ട്. ഈ പരിപാടി നമ്മുടെ ബുള്ളറ്റിൻ കഴിഞ്ഞാൽ നേരെ പോയി കഴിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരൊക്കെ നല്ല സദ്യ കിട്ടുന്ന ഭക്ഷണമൊക്കെ നന്നായി കഴിക്കുക. അപ്പോൾ നല്ല വിഷു സദ്യ, സമ്പൽ സമൃദ്ധി, വിഷുക്കണി, നന്മയുടെ വിഷു. തെളിയുന്നു മാനത്തോരോട്ടുരുളിയതിൽ തെളിയുന്ന സ്മരണകൾ കണിവട്ടമാ.
കാർഷക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കി മലയാളി വിഷു ആഘോഷിക്കുകയാണ്. വിഷുക്കണി ഒരുക്കിയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ സന്ദർശിച്ചും മലയാളി ആഘോഷം പൊടിപൊടിക്കുകയാണ്. പൊന്നിൻ മാലകൾ കോർത്തിട്ട പോലെ പൊൻകണി നൽകുവാൻ എത്തുന്നു കൊന്നകൾ. പുള്ളിയടരുന്ന വേനലിൽ തളരാതെ പൂത്തുവിടർന്നിതാ പുഞ്ചിരി തൂകുന്നു. കണിക്കൊന്ന പൂത്തുലഞ്ഞു നിൽക്കുന്ന മേടപ്പുലരി, മലയാളികൾക്ക് മാത്രം സ്വന്തമായ വിഷു. വിഷുവിൻ്റെ വലിയ ആഘോഷങ്ങൾക്കപ്പുറം പ്രധാനമാണ് ഈ വിഷുക്കണി. പുലർച്ചെയാണ് വിഷുക്കണിയെങ്കിലും ഓരോ വീട്ടിലും ഒരുക്കങ്ങൾ തലേന്നേ തുടങ്ങും. വീട്ടിലെ സ്ത്രീകൾ ഒരുമിച്ചു ചേർന്ന് ഒരുക്കി വെച്ച ശേഷം കിടന്നുറങ്ങും. പുലർച്ചെ വീട്ടമ്മ എഴുന്നേറ്റ് ദീപം തെളിയിച്ചാൽ പിന്നെ വിഷുക്കണിയായി. തലേന്ന് തന്നെ എല്ലാം ഒരുക്കി, അത് ഒരുക്കുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കണിക്കൊന്ന പറിക്കലും അതിൻ്റെ എല്ലാ സാധനങ്ങളും ഒരുക്കലും ഒക്കെ ഒരുക്കി കഴിഞ്ഞ് അപ്പം ചുടും, പായസം വയ്ക്കും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുക്കി കഴിഞ്ഞാൽ കണ്ണ് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ്. എന്നിട്ട് ആ സമയം അനുസരിച്ചിട്ട് നമ്മളെല്ലാവരെയും വീട്ടിലെല്ലാവരെയും കണ്ണ് പൊത്തിക്കൊണ്ടുവന്ന് കണി കാണിക്കും. വീട്ടമ്മമാർക്ക് ഒരുക്കങ്ങൾ തന്നെ രസകരമാണ്. കണിക്കൊന്നയും വെള്ളരിയും വാൽക്കണ്ണാടിയും ഉണ്ണിയപ്പവും പുടവയും നവധാന്യങ്ങളുമെല്ലാം കണ്ണന് മുന്നിൽ ഒരുക്കി വയ്ക്കും. പിന്നെ കണിയായി, കണ്ണു നിറയെ മനസ്സു നിറയെ വിഷുക്കണിയായി. വിഷുക്കണി കഴിഞ്ഞാൽ കൈനീട്ടമാണ് പ്രധാനം. ഒരു വർഷത്തെ ഐശ്വര്യമാണെന്നാണ് വിശ്വാസം. ന്യൂജൻ ചെറുപ്പക്കാർക്കും വിഷുക്കണിയും കൈനീട്ടവും പ്രധാനം തന്നെ. വിഷു നമ്മളെ പോലെ ന്യൂജൻ ആൾക്കാർക്കെല്ലാം നല്ല കാര്യം. ഇപ്പം നമുക്ക് കൈനീട്ടം കിട്ടും, പിന്നെ നമുക്ക് പടങ്ങ് പൊട്ടിക്കാം, പിന്നെ നല്ല ഒരു ആഘോഷമാണ് ഇത്. കാർഷിക സമൃദ്ധിയുടെ ഉത്സവത്തിന് പഴയ തലമുറയ്ക്ക് മറ്റൊരനുഭവമാണ്. വിത്ത് കൂടുതലുള്ള സാധനങ്ങളാണ് വെക്കുക. ചക്കല്, വെള്ളരി, പിന്നെ നവധാന്യങ്ങൾ കൃഷീൻ്റെതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാലന്ന് കൃഷിപ്പണി തുടങ്ങുക. വയലിലേക്ക് നവധാന്യങ്ങൾ കൊണ്ട് വിതറിയിട്ട് കൊത്തിയിട്ട് ഇടും വയലിൽ. അങ്ങനെയാണ് പണ്ട് കാലത്ത് ചെയ്യുക. ക്ഷേത്രങ്ങളിലെല്ലാം കണിയുണ്ടെങ്കിലും വീട്ടിലെ കണിക്ക് പ്രാധാന്യമേറെയുണ്ട്. ഒരു വർഷത്തെ പ്രതീക്ഷയാണ് വിഷുക്കണി. അതെ, കാർഷിക കേരളത്തിൻ്റെ വലിയ പ്രതീക്ഷയാണ് കാലത്തിനു മാറ്റാനാകാത്ത വിഷുവും വിഷുക്കണിയും. വിശ്വാസങ്ങൾക്കപ്പുറം ഒരു സംസ്കാരത്തിൻ്റെ വാർഷിക കൈമാറ്റം കൂടിയാണ് മേടപ്പുലരിയിലെ ഈ വിഷുക്കണി. നൂറ്റാണ്ടുകളായി മലയാളികൾ തുടരുകയാണത്, കാലത്തിൻ്റെ മാറ്റങ്ങളിൽ മാറ്റമില്ലാതെ. പ്രിയ പ്രേക്ഷകർക്ക് വിഷു ആശംസകൾ. ക്യാമറാമാൻ രാജേഷ് വെള്ളരികുണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24. ഇവിടെ സുനിൽ ടി എസ് പറയുകയാണ്, ആഷ്മിക്കും 24-ലെ ക്യാൻറ്റീനിലെ ജീവനക്കാർക്കും വിഷു ആശംസ. ഞാൻ അറിയിക്കാം കേട്ടോ അവരെ. കേരളത്തിലെ പോലെ മറുനാട്ടിലും മലയാളികൾ വിപുലമായ വിഷു ആഘോഷത്തിലാണ്. ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശിക്കാൻ പുലർച്ചെ മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. ഒട്ടും പൊലിമ ചോരാതെയുള്ള വിഷു ആഘോഷത്തിലാണ് മറുനാടൻ മലയാളികളും. പടക്കങ്ങൾ പൊട്ടിക്കുന്നത് കുറവാണെങ്കിലും വിഷുക്കണിയും ക്ഷേത്രദർശനവും സദ്യയും ചേരുന്നതാണ് മറുനാട്ടിലെ വിഷു ആഘോഷം. ഈ ബോംബെ പ്രദേശങ്ങളിൽ ഏറ്റവും വലിയൊരു അമ്പലം, വലിപ്പം കൊണ്ടായില്ലെങ്കിലും കൂടിയിട്ട് ചടങ്ങുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അമ്പലമാണ് നമ്മുടെ പൊന്നുഗുരുവായൂരപ്പൻ ക്ഷേത്രം. ഞങ്ങളുടെ നാട്ടിലെക്കാട്ടി കൂടുതൽ എല്ലാ സൗകര്യം ഇവിടെ തന്നെയാണ്. അതെ, അങ്ങനെ സദ്യയൊക്കെ ഉണ്ട്. ദില്ലിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും മുംബൈയിൽ ഡോംബിവലിയിലുള്ള പൊന്നുഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലും പ്രത്യേക പൂജകൾ ഉണ്ടായിരുന്നു. വിഷുവിന് സമാനമായ തമിഴ് പുത്താണ്ടും ഇന്നായതിനാൽ പുലർച്ചെ 4 മണി മുതൽ വൻ തിരക്കാണ് ചെന്നൈയിലെ ക്ഷേത്രങ്ങളിൽ. ബംഗളൂരുവിൽ മലയാളി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ വിഷു ആഘോഷങ്ങൾ നടക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മുംബൈ. ആഘോഷങ്ങൾ നമുക്ക് നമ്മുടെ പ്രവാസി സഹോദരങ്ങളെ മറക്കാൻ കഴിയില്ല. ഗൾഫിലും വിഷു ആഘോഷങ്ങൾ പുരോഗമിക്കുകയാണ്. സുഹൃത്തുക്കളുടെ വീടുകളിൽ ഒത്തുചേർന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും ആഘോഷം. ദുബായിൽ നിന്നും അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം.
ഗൾഫ് നാടുകളിൽ ഏതൊരു ആഘോഷമായാലും മലയാളികൾ ഒന്നുചേർന്ന് ആഘോഷിക്കാറാണ് പതിവ്. ഇപ്പോൾ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പെരുന്നാൾ അവധി പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഒരു നീണ്ട അവധിയാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിനിടയിലാണ് വിഷു വന്നിരിക്കുന്നത്. അതായത് അവധി ദിവസമാണ് വിഷു എത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇരട്ടി സന്തോഷത്തിലാണ് ഇവിടെയുള്ള പ്രവാസികൾ എല്ലാവരും. കൂട്ടുകാരുടെ വീടുകളിൽ അടക്കം ഒത്തുചേർന്ന് വിഷു ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെയുള്ള പ്രവാസികൾ എല്ലാവരും. നമുക്ക് ചുറ്റും കാണാൻ ഇവിടെ ഗംഭീരമായ ഒരു വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട്. കൂട്ടുകാരുടെ വീടുകളിൽ പരസ്പരം ആഘോഷമായി തന്നെ വിഷു മുന്നോട്ട് പോവുകയാണ്. എങ്ങനെ പോകുന്നു വിഷു? വിഷു അടിപൊളിയായിട്ട് പോകുന്നു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എങ്ങനെ പോകുന്നു വിഷു? വിഷു ഇതപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ ആഘോഷങ്ങൾ. നമ്മളൊന്ന് തകർക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്തവണ വിഷു വന്നിരിക്കുന്നത് ഒരു അവധി ദിവസത്തിലാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരും ഒന്ന് ഒത്തുകൂടി സന്തോഷിക്കാനും ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ്. എത്ര കാലമായി ഗൾഫിൽ പ്രവാസിയായിട്ട്? 12 വർഷമായിട്ട് ഗൾഫിലുണ്ട്. എല്ലാ തവണത്തെ പോലെ ഇപ്രാവശ്യം കുറച്ചും കൂടി ഒരുക്കങ്ങൾക്കുള്ള സമയം കിട്ടി. പിന്നെ സാധനങ്ങൾ വാങ്ങാനും എല്ലാ ഫ്രണ്ട്സുമായിട്ട് ഒന്നിക്കാനും ഒക്കെ നല്ലൊരു അവസരം കിട്ടി. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. ഒരു ഭാഗത്ത് സദ്യയുടെ വലിയ കാഴ്ചയും ഒരു ഭാഗത്ത് പുരോഗമിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വന്ന സമയത്ത് ഇവിടെ അരിയലും അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴാണ് തുടങ്ങിയത്? ഞങ്ങൾ ഇന്ന് രാവിലെ എണീറ്റ് 4 മണിക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ കുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വർഷവും എങ്ങനെയാ വിഷു ആഘോഷിക്കാറുള്ളത്? ഇവിടെ തന്നെയാണോ അല്ലെങ്കിൽ നാട്ടിൽ പോകാറുണ്ടോ? അതെ, അധികം ഇവിടെ തന്നെ. കുട്ടികളൊക്കെ സ്കൂളിംഗ് ഒക്കെ തുടങ്ങിയതിന് ശേഷം ദുബായിൽ തന്നെ ആഘോഷിക്കുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് ഒത്തുകൂടി ആഘോഷിക്കുന്നു. ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു കണി ഒരുക്കിയിരിക്കുന്നത് ഇയാളാണ്. എത്ര നേരം എടുത്തു ഈ ഒരു കണി ഒരുക്കാൻ വേണ്ടി? നമുക്ക് ഈ വർഷം ശരിക്കും നല്ലോണം സമയം കിട്ടിയിട്ടുണ്ട്. സാധാരണ ഇങ്ങനെ നമുക്ക് കിട്ടാറില്ല. നമുക്ക് അധികം ഒരു വീക്ക് ഡേ വർക്കിംഗ് ഡേയ്സിലൊക്കെയാണ് വരാറ്. ഇപ്രാവശ്യം നമുക്കത് ഞായറാഴ്ച വന്നത് തന്നെ വലിയ ഭാഗ്യം. അപ്പം അത് കാരണം സമയം എടുത്തു നമ്മൾ ഓരോ ദിവസം. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള ആവേശം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതും പുതിയത് ആഡ് ഓൺ, ഓരോ വർഷം കൂടുമ്പോൾ പുതിയ വിളക്ക് അങ്ങനെ പുതിയത് ആഡ് ഓൺ ചെയ്ത് നമ്മൾ എല്ലാ വർഷവും കൊണ്ടുവരാറുണ്ട്. വിഷുക്കണിയിൽ എന്തെങ്കിലും ഒരു പുതുമ സൃഷ്ടിക്കാൻ നമ്മൾ എല്ലാ പ്രാവശ്യവും ശ്രമിക്കുന്നുണ്ട്. നാട്ടിൽ അതുപോലെ തന്നെ ആ കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ നാട്ടിൽ അതേപോലെ തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ്? എനിക്ക് പണ്ടൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യമൊക്കെ ആകുമ്പോഴും എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലാണെങ്കിലും ഓരോരോ ഇൻഡിവിജ്വൽ ഷോപ്സിലാണെങ്കിലും എല്ലാം കണിയുടെ എല്ലാ കാര്യങ്ങളും റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഈ വർഷം തന്നെ റെഡിമെയ്ഡ് കിറ്റ് എന്നുള്ള രീതിയിൽ തന്നെ ലുലു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഭയങ്കര സുഖമായിരുന്നു വാങ്ങിക്കാനൊക്കെ. നാടിനെ മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. എത്ര വർഷമായി ഇവിടെ? ഇവിടെ ഒരു 18 വർഷമായി. അപ്പൊ ഈ വിഷു ഈ ആഘോഷങ്ങളൊക്കെ കൂടുതൽ ഇവിടെയാണോ അല്ല നാട്ടിലോ? കൂട്ടത്തിൽ ചെറിയ മക്കളുണ്ട്. എങ്ങനെയുണ്ട് വിഷു? കണിയിൽ ഏറ്റവും നിന്ന് ആദ്യം കണ്ടത് എന്താ? ആണോ? എനിക്ക് വിഷു എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ വന്നതിന് ശേഷമുള്ള വിഷു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബാല്യകാലത്തേക്കുള്ള തിരിച്ചുപോക്കാണ്. ആകെ മിസ് ചെയ്യുന്ന ഒരു കാര്യം പടക്കം പൊട്ടിക്കലാണ്. ഞങ്ങൾ ചെറുപ്പത്തിൽ വാശി പിടിച്ച് അടുത്ത വീട്ടുകാരായിട്ട് മത്സരിച്ചിട്ടാണ് പടക്കം പൊട്ടിച്ചിട്ടുണ്ട്. അത് മാത്രമേ മിസ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ബാക്കിയെല്ലാം നാട്ടിലേക്കാളും ഭംഗിയായി ഞങ്ങളിവിടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വിഷു ആഘോഷിക്കുന്നുണ്ട്. വീട്ടുകാരെ മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും കൂടി ആ ഒരു മിസ്സിങ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇത്തരത്തിൽ പ്രവാസ ലോകത്തും മലയാളികൾ എല്ലാവരും ഒത്തുചേർന്ന് ഈ രീതിയിൽ നമ്മളിപ്പോൾ കണ്ടതുപോലെയുള്ള ആഘോഷങ്ങളെല്ലാം തന്നെ ഇവിടെ പുരോഗമിക്കുകയാണ്. എല്ലാ ആഘോഷങ്ങളെയും പോലെ തന്നെ വിഷുവും ഇത്തവണ പ്രവാസികൾ അതിഗംഭീരമാക്കുകയാണ്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ഇവിടെ വേറെ പ്രാവശ്യം പറഞ്ഞ പ്രവാസി ആയതുകൊണ്ട് സദ്യയില്ല ആഷ്മി എന്ന് പറയുന്നുണ്ട്. ഫ്ലൈ വിത്ത് മീ ഷിഹാബ് എന്നുള്ളതാണ്. അപ്പോൾ ഷിഹാബിനടുത്തുള്ള സദ്യയുള്ള പ്രവാസികൾ പെട്ടെന്ന് ഷിഹാബിനെ കൂട്ടിക്കൊണ്ട് പോകണം. ഷിഹാബ് എവിടെയാണെന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സദ്യക്കുള്ള ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ടാവില്ലെന്ന്. സദ്യക്കാണ് പാട്. അപ്പോൾ വിഷുദിനത്തിൽ സംസ്ഥാനത്തെ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ശബരിമലയിലും ഗുരുവായൂരിലും ആയിരങ്ങൾ കണി കാണാനെത്തി. തിരക്ക് നിയന്ത്രിക്കാൻ ക്ഷേത്രങ്ങളിൽ കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. മണ്ഡല മകരവിളക്ക് കാലത്തേതിന് സമാനമായ തിരക്കാണ് ശബരിമലയിൽ വിഷുദിനത്തിൽ അനുഭവപ്പെട്ടത്. മല ചവിട്ടിയെത്തിയ ഭക്തർക്ക് ക്ഷേത്രതന്ത്രിയും മേൽശാന്തിയും ചേർന്ന് വിഷുക്കൈനീട്ടം നൽകി. മേടമാസ പൂജകൾക്ക് ശേഷം ഈ മാസം 18-ന് ശബരിമല നട അടയ്ക്കും. പുലർച്ചെ 2:42 ആരംഭിച്ച വിഷുക്കണി ദർശനം കാണാൻ ഗുരുവായൂരിലും ഭക്തജനങ്ങൾ ഒഴുകിയെത്തി. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം എന്നിവിടങ്ങളിലും ദർശനത്തിനായി കൂടുതൽ പേർ എത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJPയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും ഏക സിവിൽ കോഡുമാണ് പ്രധാന വാഗ്ദാനങ്ങൾ. ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും സങ്കൽപ് പത്ര എന്ന പേരിലെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. സൗജന്യ റേഷൻ, ആയുഷ്മാൻ ഭാരത്, മുദ്ര പദ്ധതി എന്നിവ വിപുലീകരിക്കുമെന്നാണ് മറ്റു വാഗ്ദാനങ്ങൾ. BJP നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കിയെന്ന ആമുഖത്തോടെയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളുടെ പ്രതിനിധികൾക്ക് പ്രകടന പത്രികയുടെ പതിപ്പ് പ്രധാനമന്ത്രി കൈമാറി. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, ഏകീകൃത സിവിൽ കോഡ് എന്നിവ നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി. नारी शक्ति वंदन अधिनियम अब कानून बन चुका है. बीजेपी ने आर्टिकल 370 को हटाया और हम CAA लेकर आए. വനിതാ സംവരണത്തിന് ഊന്നൽ നൽകുന്ന പ്രകടന പത്രികയിൽ ലഖ്പതി ദീദി പദ്ധതി 3 കോടി സ്ത്രീകൾക്കായി വിപുലീകരിക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. മെട്രോ റെയിൽ ശൃംഖലയുടെ വിപുലീകരണം, അഴിമതിക്കാർക്കെതിരെ കർശന നടപടികൾ, കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ, ബുള്ളറ്റ് ട്രെയിൻ, 6G സാങ്കേതിക വിദ്യ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ. आपने देखा है कि पिछले 10 साल में भ्रष्टाचार पर भाजपा सरकार ने कितनी बड़ी कड़ी कार्रवाई की है. भ्रष्टाचार गरीब का हक छीनता है. മുദ്ര ലോൺ തുക 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം രൂപയാക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 3 കോടി വീടുകൾ നിർമ്മിക്കും. 70 വയസ്സിന് മുകളിലുള്ളവരെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. വാതക പൈപ്പ് ലൈൻ എല്ലാ വീടുകളിലും എത്തിക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. സൗജന്യ റേഷൻ അടുത്ത 5 വർഷം കൂടി തുടരും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. പാവപ്പെട്ടവർക്കുള്ള റേഷൻ 5 വർഷം കൂടി തുടരും എന്ന് പ്രഖ്യാപിച്ചു തുടങ്ങിയ പ്രധാനമന്ത്രി ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്ന പ്രഖ്യാപനത്തിലാണ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രിയെ തന്നെ പ്രകടന പത്രിക പുറത്തിറക്കാൻ നിയോഗിച്ചതിലൂടെ BJPയുടെ ലക്ഷ്യം വ്യക്തമാണ്. ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. സംസ്ഥാനത്ത് പൊതുതെരഞ്ഞെടുപ്പ് ഇനി 12 നാൾ മാത്രം ബാക്കി. പ്രചാരണം അവസാന ലാപ്പിലാണ്. ദേശീയ നേതാക്കളെ രംഗത്തിറക്കുകയാണ് മുന്നണികൾ. നരേന്ദ്രമോദി ഇന്ന് രാത്രി കൊച്ചിയിലെത്തും. രാഹുൽ ഗാന്ധി നാളെയാണ് പ്രചരണത്തിനായി എത്തുക. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 12 ദിനം മാത്രം ബാക്കി. പ്രചരണത്തിന്റെ ഗിയർ മാറ്റി മുന്നണികളുടെ അവസാന ലാപ്പ് പ്രവേശനം. ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും തിരുവനന്തപുരം കാട്ടാക്കടയിലുമാണ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ. കുന്നംകുളത്ത് ചെറുവത്തൂർ ഗ്രൗണ്ടിൽ രാവിലെ 11 മണിക്ക് പൊതുസമ്മേളനം. ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളുടെ സംയുക്ത പൊതുസമ്മേളനം തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. 11 മണിക്ക് ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിൽ 12:30 പ്രധാനമന്ത്രി എത്തും. ഏപ്രിൽ 15 മുതൽ 22 വരെ സംസ്ഥാനത്തൊട്ടാകെ രാഹുൽ ഗാന്ധി പ്രചരണം നടത്തും. ഏപ്രിൽ 15 വൈകുന്നേരം 6 മണിക്ക് കോഴിക്കോട് UDFന്റെ മഹാറാലിയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിക്കും. 15, 16 തീയതികളിൽ സ്വന്തം മണ്ഡലമായ വയനാടും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 18 കണ്ണൂർ, പാലക്കാട്, കോട്ടയം ലോക്സഭാ മണ്ഡലങ്ങളിലെ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും. 22 തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ റാലികളിൽ പങ്കെടുക്കും. LDFും വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കളെ സംസ്ഥാനത്ത് പ്രചരണത്തിനെത്തിക്കും. 24 തിരുവനന്തപുരം. TP വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ മരിച്ച PK കുഞ്ഞനന്ദന്റെ മരണത്തിൽ വീണ്ടും ദുരൂഹത ആരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. ജയിലിൽ ഒരു VVIP സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണ് കുഞ്ഞനന്ദന്റെ മരണമെന്നാണ് ആരോപണം. ഈ ആരോപണത്തിനെതിരെ കേസെടുത്താൽ തെളിവ് പുറത്തുവിടുമെന്നും പേരാമ്പ്രയിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ KM ഷാജി വെല്ലുവിളിച്ചു. കുഞ്ഞനന്ദന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് ഷാജി പറഞ്ഞപ്പോ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ അറിയാം? ഷാജിയുടെ പേരിൽ കേസ് കൊടുക്കും. എന്താ കേസ് കൊടുക്കാത്തത്? ഞാൻ പാർട്ടി സെക്രട്ടറിയെ വെല്ലുവിളിക്കുകയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ KM ഷാജിക്കെതിരെ ഒരു FIR ഉണ്ട്. കുഞ്ഞനന്ദന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതിന് മുമ്പ്, ആഴ്ചക്ക് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു VVIP സന്ദർശനം നടത്തിയിട്ടുണ്ട്. അറിയാങ്ങൾ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ബാക്കി കേസ് വന്നിട്ട് പറയാം. ഇവിടെ പുഷ്പ പറയുകയാണ്, മുൻപ് ഡീസൽ പെട്രോൾ വില കൂട്ടിയത് കുറയ്ക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ നേരത്തെ BJPയുടെ മാനിഫെസ്റ്റോയോട് അവിടുത്തെ പെട്രോൾ ഡീസൽ വില കുറയ്ക്കും എന്ന പ്രഖ്യാപനത്തോട് അനുകൂലവും പ്രതികൂലവും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ പറയുന്നുണ്ട് കാര്യങ്ങൾ. ഈ പറയുന്നതിൽ യുക്തി ഉണ്ടല്ലോ, ഒരുപാട് കൂട്ടിയിട്ടുണ്ട്, അത് കുറയ്ക്കുക എന്ന് പറയുകയാണ് പ്രേക്ഷകർ. പട്ടാമ്പിയിൽ ക്രൂര കൊലപാതകം. വിഷുദിനത്തിൽ പട്ടാമ്പി ഞെട്ടിച്ച അരുംകൊല. ആലൂർ സ്വദേശിയെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം തീ കൊളുത്തി കൊന്നു. പ്രതി സന്തോഷിനെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി.
ഇന്ന് കാലത്ത് കൊടുമുണ്ട തീരദേശ റോഡിലാണ് ആലൂർ സ്വദേശിനി KP പ്രവിയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പ്രവിയെ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും കത്തിയ നിലയിലാണ്. സമീപത്തായി കത്തിയും കണ്ടെത്തി. യുവതിയെ ആക്രമിച്ച ആലൂർ സ്വദേശി സന്തോഷിനെ പിന്നീട് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ജോലിക്കായി പോകുന്ന സമയത്ത് സ്കൂട്ടർ തടഞ്ഞു നിർത്തി പ്രവിയയെ സന്തോഷ് ആക്രമിച്ചെന്നാണ് പോലീസ് നിഗമനം. യുവതിയെ കുത്തിവീഴ്ത്തിയ ശേഷം തീ കൊളുത്തിയെന്നാണ് വിവരം. പ്രവിയയുടെ വിവാഹം അടുത്ത ദിവസം നടത്താൻ നിശ്ചയിച്ചിരുന്നു. 24 പാലക്കാട്. നല്ലൊരു വിഷയത്തിനുമായിട്ട് ഇത്തരം വാർത്തകളൊക്കെ വരുന്നു. അത് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിൻ്റെ മോചനത്തിന് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് മലയാളികൾ ഒന്നടങ്കം ഒത്തുചേർന്ന് പിടിച്ച് ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഏറ്റവും നിർണായകമായ നടപടിക്രമങ്ങൾ ആ പണം അത്രയും സമാഹരിച്ച് പൂർത്തിയാക്കിയത്. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ വാദിഭാഗം അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തി ചൊവ്വാഴ്ച കോടതിയെ സമീപിക്കുമെന്ന് വാദിഭാഗം അറിയിച്ചു. സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വാദിവിഭാഗം അഭിഭാഷകൻ മുബാറക് കഹ്താനിയുമായി ഇന്നലെ തന്നെ സൗദിയിലെ ഇന്ത്യൻ എംബസി പ്രതിനിധികൾ ചർച്ച നടത്തി. ഓൺലൈനായി നടന്ന ചർച്ചയിൽ അബ്ദുറഹീമിന്റെ അഭിഭാഷകൻ ഒസാമ അബു ഫൈസലും നിയമസഹായ സമിതി പ്രതിനിധികളും പങ്കെടുത്തു. മരിച്ച സൗദി പൗരന്റെ കുടുംബം ആവശ്യപ്പെട്ട മോചനദ്രവ്യം 15 മില്യൺ റിയാൽ അഥവാ 34 കോടി രൂപ റെഡിയാണെന്ന് എംബസി വാദിഭാഗം വക്കീലിനെ രേഖാമൂലം അറിയിച്ചു. ചൊവ്വാഴ്ച കോടതിയുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. മോചനദ്രവ്യം സ്വീകരിച്ച് അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ തയ്യാറാണെന്ന് വാദിഭാഗം കോടതിയെ രേഖാമൂലം അറിയിക്കും. തുടർന്ന് അപ്പീൽ നൽകാനായി ഏതാണ്ട് 1 മാസത്തെ സമയം കോടതി നൽകും. ആർക്കും അപ്പീലില്ലെങ്കിൽ മേൽക്കോടതിയുടെ അനുമതി വാങ്ങി റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കുകയും മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. അതേസമയം നാട്ടിൽ സമാഹരിച്ച 34 കോടി രൂപ സൗദിയിലെത്തിക്കാനുള്ള വഴികൾ ഇന്ത്യൻ എംബസിയും സഹായ സമിതിയുമെല്ലാം പരിശോധിച്ചു വരികയാണ്. റിയാദിലെ അസീസിയ അസ്കാൻ ജയിലിലാണ് ഇപ്പോൾ അബ്ദുറഹീം ഉള്ളത്. എംബസി പ്രതിനിധി യൂസുഫ് കാക്കഞ്ചേരി, സഹായ സമിതി ചെയർമാൻ CP മുസ്തഫ, അഷ്റഫ് വേങ്ങാട്ട്, മുഹമ്മദ് നജാത്തി, മുനീബ് പാഴൂർ, സിദ്ദീഖ് തൂവൂർ, കുഞ്ഞോയ് കാടമ്പുഴ തുടങ്ങിയവർ അഭിഭാഷകരുമായുള്ള ചർച്ചയിൽ പങ്കെടുത്തു. ജലീൽ കണമകലം, 24 ജിദ്ദ. അപ്പോൾ മലയാളികളുടെ ആ കാരുണ്യ പ്രവാഹത്തിൽ സൗദി ജയിലിൽ നിന്ന് കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീം തിരികെ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ്. അതിനിടെ യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെക്കുറിച്ച് ചിലരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടാകും. നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ പ്രേമകുമാരി. മോചനദ്രവ്യം നൽകി നിമിഷയെ നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള സാധ്യതകൾ തേടുകയാണ് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. അടുത്ത ആഴ്ചയോടെ നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി യമനിലേക്ക് തിരിക്കും. സനയിലെത്തി നിമിഷയെ കണ്ട ശേഷം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തെ സന്ദർശിച്ച് മാപ്പപേക്ഷിക്കും. മോചനദ്രവ്യം സ്വീകരിച്ച് നിമിഷയെ കൊലക്കയറിൽ നിന്നും മോചിപ്പിക്കാൻ അപേക്ഷിക്കാനാണ് യാത്ര. 2016 മുതൽ യമനിലേക്ക് ഇന്ത്യൻ പൗരന്മാർക്ക് യാത്രാനുമതിയില്ല. എന്നാൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഡൽഹി ഹൈക്കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരിക്ക് യമനിലേക്ക് പോകാൻ അനുമതി ലഭിച്ചത്. 12 വർഷമായി മകളെ കണ്ടിട്ടില്ലെന്നും നിമിഷപ്രിയയുടെ മോചനത്തിനായി സഹായിക്കണമെന്നും പ്രേമകുമാരി 24നോട് പറഞ്ഞു. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ എനിക്കൊരു നോക്ക് ആ രാജ്യത്ത് കാലുകുത്താനായിട്ട് ഒരു അനുഗ്രഹം കിട്ടണമെന്ന് ഞാൻ ദൈവത്തോട് യാചിക്കുകയാണ്. എങ്ങനെയാ പറയണമെന്നും എന്താ പറയണമെന്നും എനിക്കറിയാൻ പാടില്ല. എന്റെ മകളുടെ മോചനത്തിന് വേണ്ടി ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് ചേർന്ന് അവളെ രക്ഷിച്ചു നൽകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. 2020 യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്നാരോപിച്ച് സനയിലെ വിചാരണ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത്. ഭരണകൂടവും ഹൂതി വിമതരും തമ്മിലുള്ള ആഭ്യന്തര സംഘർഷം ശക്തമായതിനെ തുടർന്ന് നിമിഷപ്രിയയ്ക്ക് വേണ്ട നിയമസഹായങ്ങൾ ലഭിച്ചിരുന്നില്ല. നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ശ്രമങ്ങൾ ലോകമെമ്പാടും മലയാളികൾ തുടർന്നു. വ്യവസായി MA യൂസഫ് അലി നേരിട്ടിറങ്ങി. ലോക കേരള സഭാംഗങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ഇടപെട്ട് യമൻ കോടതിയിൽ അപ്പീൽ നൽകി. അപ്പീൽ തള്ളി വധശിക്ഷ ശരിവച്ചപ്പോഴും വിചാരണ കോടതി വിധി മോചനദ്രവ്യമെന്ന സാധ്യത തുറന്നു നൽകി. ഈ സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ. 24 കൊച്ചി. അമ്മയുടെ യാത്രാഫലം കാണട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശംസിക്കുകയുമാണ്. ഇടുക്കി അടിമാലിയിൽ മോഷണശ്രമത്തിനിടെ വയോധികയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികൾ പിടിയിൽ. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ പാലക്കാട് നിന്നാണ് പ്രതികൾ പിടിയിലായത്. കൊല്ലം കിളിമാനൂർ സ്വദേശികളായ അലക്സ് KJ, കവിത എന്നിവരാണ് പ്രതികൾ. രാഹുൽ വിജയൻ വിവരങ്ങൾ ചേരുന്നു. രാഹുൽ, കൃത്യമായും ഈ CCTV ദൃശ്യങ്ങൾ തന്നെയല്ലേ പ്രതികളിലേക്ക് എത്താൻ പോലീസിന് സഹായകരമായത്? CCTV ദൃശ്യങ്ങൾ തന്നെയാണ് പ്രതികളെ കണ്ടെത്താൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. കൂടിയാണ്
മോഷണ ശ്രമത്തിന് ഇടയിലാണ് കൊലപാതകം ഉണ്ടായത്. നാട് ഞെട്ടിയ വാർത്തയാണ്. അതിലെ പ്രതികളാണ് പിടിയിലായിരിക്കുന്നത്. വയോധികയെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് പ്രതികൾ. CCTVയിൽ ദൃശ്യങ്ങൾ ഏതാണ്ട് വ്യക്തമായിരുന്നു. ഇവരുടെ ദൃശ്യങ്ങൾ. പാലക്കാട് നിന്നാണ് പ്രതികൾ പിടിയിലായത്. കൊല്ലം സ്വദേശികളായ അലക്സ് KJ, കവിത എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. അവർ പിടിയിലായിട്ടുമുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സന്ദർശനം നടത്താനിരിക്കെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷം. ഇംഫാൽ ഈസ്റ്റ്, കാങ്പോപ്പി, ഉക്രുൾ ജില്ലകളിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയെന്ന് മണിപ്പൂർ പോലീസ് അറിയിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം തുടങ്ങിയ സംഘർഷമാണ് ഇപ്പോഴും അയവില്ലാതെ തുടരുന്നത്. ഇന്നലെ 2 കുക്കി വിഭാഗക്കാർ കൊല്ലപ്പെട്ട ഇംഫാൽ ഈസ്റ്റിലെ മൊയ്രങ്പുരയിലും കാങ്പോപ്പിയിലും അതീവ ഗുരുതരമാണ് സാഹചര്യം. പലതവണ വെടിവെപ്പും ഏറ്റുമുട്ടലുമുണ്ടായി. തൗബൽ, തെങ്നൌപൽ, കച്ചിങ് ജില്ലകളിലെയും സ്ഥിതി വ്യത്യസ്തമല്ല. BJP NPF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നാളെ സംസ്ഥാനം സന്ദർശിക്കാനിരിക്കെയാണ് സംഘർഷം രൂക്ഷമാകുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയതായി മണിപ്പൂർ പോലീസ് അറിയിച്ചു. തിരച്ചിൽ ഊർജിതമാക്കിയ സുരക്ഷാസേന കഴിഞ്ഞ ദിവസങ്ങളിൽ കുക്കി, മെയ്തേയ് വിഭാഗങ്ങളിൽ നിന്നായി നിരവധി ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും പിടിച്ചെടുത്തിരുന്നു. 24 ഡൽഹി. ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ മുംബൈയിലെ ഫ്ളാറ്റ് ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയത്തിന് നേരെ വെടിവെപ്പ്. പുലർച്ചെ ബൈക്കിലെത്തിയ 2 പേർ ബാന്ദ്രയിലെ അപ്പാർട്ട്മെന്റിന് നേരെ 3 റൗണ്ട് വെടിയുതിർത്തു. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. ബാന്ദ്രയിൽ സൽമാൻ ഖാനും കുടുംബവും താമസിക്കുന്ന ഗാലക്സി അപ്പാർട്ട്മെന്റിന് നേരെയാണ് ആക്രമണം. പുലർച്ചെ 5 മണിയോടെ ബൈക്കിലെത്തിയ 2 പേർ 3 റൗണ്ട് വെടിയുതിർത്ത ശേഷം അതിവേഗം ഓടിച്ചുപോയെന്നാണ് പോലീസ് പറയുന്നത്. കടകളോട് ചേർന്ന അപ്പാർട്ട്മെന്റിന്റെ ഒരു വശത്ത് വെടിയേറ്റ പാടുകളുണ്ട്. ഇത് പോലീസും ഫോറൻസിക് സംഘവും പരിശോധിച്ചു. വിദേശ നിർമ്മിത തോക്കാണ് ഉപയോഗിച്ചതെന്നാണ് സൂചന. CCTV ഉൾപ്പെടെയുള്ള തെളിവുകൾ ശേഖരിച്ച് പ്രതികൾക്കായി ബാന്ദ്ര പോലീസും മുംബൈ ക്രൈംബ്രാഞ്ചും അന്വേഷണം ഊർജിതമാക്കി. ജയിലിൽ കഴിയുന്ന കുപ്രസിദ്ധ ഗുണ്ടാ തലവൻ ലോറൻസ് ബിഷ്ണോയുടെ സംഘത്തിൽ നിന്ന് സൽമാൻ ഖാന് നിരന്തരം ഭീഷണിയുണ്ടായിരുന്നു. കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതുമായി ബന്ധപ്പെട്ടായിരുന്നു ബിഷ്ണോയ് ഗ്യാങ്ങിന്റെ പക. നിലവിൽ Y+ കാറ്റഗറി സുരക്ഷയാണ് സൽമാനുള്ളത്. അതേസമയം സംസ്ഥാനത്തുണ്ടാകുന്ന തുടർച്ചയായ അക്രമ സംഭവങ്ങളെ അപലപിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമായി മാറിയെന്ന് NCP നേതാവ് സുപ്രിയ സുലെ ആരോപിച്ചു. 24 മുംബൈ. വ്യക്തിഹത്യ ചെയ്യുന്നവരെ വെറുതെ വിടാൻ പോകുന്നൊരു നല്ലാൻഡണി പറയുകയാണ്. നിയമപരമായ നടപടി ചോദ്യത്തിന് കാത്തിരുന്ന് കാണാം, കർമ്മം പോലെ കാര്യങ്ങൾ വന്നോളും എന്നൊക്കെ പറയുകയാണ് നല്ലാൻഡണി. പ്രകാശ് ജാവദേക്കറെയും നന്ദകുമാർ കബളിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് പറയുന്നു നല്ലാൻഡണി. നേരത്തെ 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നും പ്രതിരോധത്തിൻ്റെ പേപ്പറുകൾ, കരാറിൻ്റെ പേപ്പറുകൾ ഫോട്ടോഷാറ്റ് എടുത്ത് പുറത്തു കൊടുത്ത് വിറ്റു കാശുണ്ടാക്കിയെന്നൊക്കെ ഗുരുതര ആരോപണങ്ങൾ ദല്ലാൽ നന്ദകുമാർ അനിൽ കെ ആന്റണിക്കെതിരെ നടത്തിയതാണ്. അതിനുള്ള പ്രതികരണമായി പറയുകയാണ്. എന്നാൽ തെളിവടക്കം പുറത്തുവിടും എന്ന് പറയുന്നുണ്ട് വ്യാഴാഴ്ച ദല്ലാൽ നന്ദകുമാർ. നമുക്ക് നോക്കാം. കിഴക്കൻ ലഡാക്കിൽ വിന്യസിക്കാൻ പുതിയ ആർമി ഡിവിഷൻ ഉടൻ രൂപീകരിക്കും. മേഖലയിൽ സംഘർഷ സാഹചര്യം തുടരുന്ന പശ്ചാത്തലത്തിലാണ് നീക്കം. പശ്ചിമ ബംഗാളിലെ പാനഗഡ് ആസ്ഥാനമായുള്ള 17 മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സിന് കീഴിലുള്ള ഡിവിഷനാണ് പുനഃക്രമീകരിക്കുന്നത്. 14,000 മുതൽ 15,000 വരെ സൈനികരാകും പുതിയ ആർമി ഡിവിഷൻ ഉണ്ടാവുക. അധിക റിക്രൂട്ട് ചെയ്യുന്നതിന് പകരം നിലവിലുള്ള ഉദ്യോഗസ്ഥരെ പുനഃസംഘടിപ്പിച്ചാകും പുതിയ ഡിവിഷൻ എന്നാണ് സൂചന. തൃശൂർ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിൽ ഇടപെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആന എഴുന്നള്ളി പ്രതിസന്ധി മറികടക്കാൻ നാളെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുമായി വനമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ കോടതി നിലപാട് പ്രതിസന്ധിക്ക് കാരണമാകാൻ ഇടയുണ്ടെന്നും നിയമപരമായ ഇടപെടൽ ഉടൻ നടത്താനുമാണ് ധാരണയായത്. തൃശൂർ പൂരത്തിലെ ആന എഴുന്നള്ളിപ്പിന് ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പ്രതിസന്ധിയാകുമെന്ന സർക്കാർ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. വനമന്ത്രി AK ശശീന്ദ്രനെ മുഖ്യമന്ത്രി പിണറായിയിലെ വസതിയിലേക്ക് വിളിപ്പിച്ച് വിഷയം വിശദമായി ചർച്ച ചെയ്ത് നിർദ്ദേശം നൽകുകയായിരുന്നു. നിലവിൽ വനം വകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം പൂരം നടത്തിപ്പിലെ ആനവിന്യാസത്തിന് തടസ്സമാകും. അതുകൊണ്ട് നാളെ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ഇക്കാര്യത്തിൽ AG DGP തലത്തിൽ കൂടിയാലോചനകൾ ആരംഭിച്ചതായാണ് വിവരം. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നാളെ തന്നെ ഹൈക്കോടതിയിൽ സർക്കാർ ഹർജി നൽകാൻ തീരുമാനിച്ചതായി വനമന്ത്രി AK ശശീന്ദ്രൻ 24നോട് പ്രതികരിച്ചു. തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച ആശങ്കയുള്ള പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോയത്. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ പോയതാണ്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് അതിന്റെ പുലിമക്ക് ദോഷം തരുന്ന ഒരു നിലപാടും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. അതിനാവശ്യമായ നടപടികൾ കോടതി മുഖാന്തരം നേടിയെടുക്കാൻ ശ്രമിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. വനം വകുപ്പ് തലപ്പത്തു നിന്നും സർക്കാർ അറിയാതെയാണ് സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയതെന്നാണ് വിവരം. ഇക്കാര്യത്തിൽ സർക്കാർ ഉന്നതതലത്തിൽ അന്വേഷണം നടത്താൻ സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പോൾ പൂരം പ്രതിസന്ധി മറികടക്കലാണ് സർക്കാരിന്റെ പ്രധാന അജണ്ട. പൂരം മുൻ വർഷത്തിലേതുപോലെ നടത്താൻ നടപടി സ്വീകരിക്കണമെന്നതാണ് വനം ദേവസ്വം മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി നൽകിയ നിർദ്ദേശം. പ്രത്യേകിച്ച് പൂരം പ്രതിസന്ധി തെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ രാഷ്ട്രീയ വിവാദമാകുമെന്നുകൂടി സർക്കാർ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
വിഷയത്തിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടത്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. വടകര അഴിയൂരിൽ RMB പ്രവർത്തകർക്ക് മർദ്ദനം. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നും ബോധപൂർവ്വം കലാപമുണ്ടാക്കാനാണ് ശ്രമമെന്നും കെ കെ രമ MLA പറഞ്ഞു. എന്നാൽ സംഭവത്തിൽ പങ്കില്ലെന്നാണ് CPIM നേതാക്കളുടെ പ്രതികരണം. വടകര ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ പ്രചാരണ പരിപാടിക്കിടെയാണ് ആക്രമണം. പോസ്റ്റർ ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനം. ഒഞ്ചിയം ബ്ലോക്ക് കമ്മിറ്റി അംഗം റോഷിൻ, മേഖലാ കമ്മിറ്റി അംഗം രതുൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ഇങ്ങനെ ഷാഫി പറമ്പിലിന്റെ പോസ്റ്ററും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയിട്ട് പോസ്റ്ററിൽ ഒട്ടിക്കാൻ പോവുകയായിരുന്നു. അതിനിടയിൽ ഈ പോസ്റ്റർ ഒട്ടിക്കുന്നതിനിടയിൽ CPM വന്നിട്ട് നമ്മൾ ആക്രമിക്കുകയുണ്ടായത്. പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ തുടർച്ചയാണ് അക്രമമെന്നും ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും KK രമ MLA ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി അഴിയൂരിൽ DYFI നേതാവ് അഫ്നാസിന്റെ നേതൃത്വത്തിൽ സംഘടിച്ചു വന്ന് RMB പ്രവർത്തകരെ ആക്രമിച്ചിരിക്കുക. നേരത്തെ പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടായ സമയത്ത് ഞങ്ങൾ ആരോപിച്ചതാണ്, ഇത് വടകര കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സമാധാനപരമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണ് എന്നതാണ് ഞങ്ങൾ ആരോപിച്ചത്. എന്നാൽ അക്രമത്തിൽ പങ്കില്ലെന്ന് CPIM ഒഞ്ചിയം ഏരിയ സെക്രട്ടറി TP ബിനീഷ് പ്രതികരിച്ചു. സംഭവത്തിൽ ചോമ്പാല പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. തെരഞ്ഞെടുപ്പ് കാലമാണ്, കൂടുതൽ സംഘർഷങ്ങളിലേക്ക് അത് പോവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നത്. ലില്ലിച്ചോളിൽ പറയുന്നു, റഹീമിൻ്റെ ഉമ്മയുടെ സന്തോഷം കാണുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം. 100% സത്യമാണ്. വല്ലാത്തൊരു കുളിർമഴ പെയ്യുന്ന ഫീലുണ്ട്. അപ്പോൾ നിമിഷപ്രിയ അങ്ങോട്ട് യമനിലേക്ക് യാത്ര തിരിക്കും. നിമിഷപ്രിയയുടെ അമ്മയുടെ മുഖത്തും സങ്കടം മാറി സന്തോഷം ഉണ്ടാവട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. മലപ്പുറം പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് വൻ കവർച്ച. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന 2 കോടിയിലധികം രൂപയുടെ സ്വർണം നഷ്ടമായി. പൊന്നാനി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പൊന്നാനി സ്വദേശി മണൽത്തറയിൽ രാജീവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഇന്നലെ രാത്രിയോടെ വീട് വൃത്തിയാക്കാനായി എത്തിയ ജോലിക്കാരിയാണ് പിറകുവശത്തെ ഗ്രില്ല് തകർത്ത നിലയിൽ കണ്ടത്. റൂമുകളും അലമാരകളും തുറന്നിട്ട നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ലോക്കറിൽ സൂക്ഷിച്ച 2 കോടിയോളം രൂപ വില വരുന്ന 350 പവനോളം സ്വർണം മോഷണം പോയ കാര്യം അറിയുന്നത്. സുരക്ഷാ ക്യാമറകളുള്ള വീട്ടിൽ നിന്ന് CCTVയുടെ DVR അടക്കം മോഷ്ടാവ് കവർന്നിട്ടുണ്ട്. കുടുംബത്തോടൊപ്പം ദുബൈയിൽ താമസിക്കുന്ന രാജീവും കുടുംബവും 2 ആഴ്ച മുമ്പാണ് നാട്ടിൽ വന്ന് തിരിച്ചു പോയത്. മോഷണ വിവരം അറിഞ്ഞ രാജീവ് ഇന്ന് രാവിലെ നാട്ടിലെത്തി. മലപ്പുറം SP, തിരൂർ DYSP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. SP-യുടെ മേൽനോട്ടത്തിൽ തിരൂർ DYSP-യാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. 24 തിരൂർ. ഇവിടെ ഉയർന്ന താപനില മുന്നറിയിപ്പ് വരുന്നുണ്ട്. ഏപ്രിൽ 14 മുതൽ 17 വരെ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 38, പത്തനംതിട്ട, കാസർഗോഡ് 37, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ 36. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 2 മുതൽ 4 വരെ. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ചില സ്ഥലങ്ങളിലൊക്കെ വേനൽ മഴ നല്ല ശക്തിയിൽ തന്നെ പെയ്യുന്നുണ്ട്. ഇന്നലെ പന്തളത്തൊക്കെ നല്ല പെരുമഴയായിരുന്നു. അപ്പോൾ അങ്ങനെ മഴയുണ്ടെങ്കിൽ കൂടിയും താപനിലയിൽ ഗണ്യമായൊരു കുറവ് ഉണ്ടാവുന്നില്ല ഇപ്പോഴും. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ കലാകാരൻ കൊല്ലം സുധിയുടെ കുടുംബത്തിന് ഫ്ലവേഴ്സിൻ്റെയും 24 കണക്റ്റിൻ്റെയും നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന വീട് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ആംഗ്ലിക്കൻ സഭാ ബിഷപ്പ് റവറൻ നോബിൾ ഫിലിപ്പ് അമ്പലവയലിൽ സൗജന്യമായി നൽകിയ 7 സെന്റ് സ്ഥലത്താണ് വീടൊരുങ്ങുന്നത്. ചങ്ങനാശ്ശേരിക്കടുത്ത തെങ്ങണ മാടപ്പള്ളിയിൽ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കൊല്ലം സുധിയുടെ സ്വപ്നഭവനത്തിന് തറക്കല്ലിട്ടത്. ബിഷപ്പ് റൈറ്റ് റവറന്റ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ സൗജന്യമായി നൽകിയ 7 സെന്റ് സ്ഥലത്താണ് നിർമ്മാണം. ഫേസ്ബുക്ക് കൂട്ടായ്മയായ കേരള ഹോം ഡിസൈൻസ് KHDEC ആണ് സ്നേഹഭവനം ഒരുക്കുന്നത്. 2 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കി വീട് സുധിയുടെ കുടുംബത്തിന് കൈമാറാനാണ് ശ്രമം. നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്ന് നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്ന ഫിറോസ് KHDEC പറഞ്ഞു. സഹായം ആവശ്യമുള്ളവരെയും സഹായിക്കാൻ സന്മനസ്സുള്ളവരെയും അണിനിരത്തിയുള്ള 24 കണക്റ്റിന്റെ ആദ്യ സംരംഭങ്ങളിൽ ഒന്നാണ് സുധിയുടെ വീട്. 24 കണക്റ്റിന്റെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ തുടർന്നും കൈകോർത്ത് പ്രവർത്തിക്കുമെന്ന് ബിഷപ്പ് റൈറ്റ് റവറന്റ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിലും അറിയിച്ചു. 24 കൊല്ലം. അപ്പോൾ നമ്മൾ നമ്മുടെ വാർത്തായാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്നു. പാർട്ടിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് CPIM കായംകുളം ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാർ 24-നോട്. ഒരു കാരണവശാലും BJP-യിലേക്കില്ല. ശാരീരിക അവശതകൾ മൂലമാണ് വിട്ടുനിൽക്കുന്നതായി കത്ത് നൽകിയത്. മകൻ ബിബിൻ C ബാബുവിൻ്റെ കൊലപാതക വെളിപ്പെടുത്തൽ പണ്ട് നടത്തിയതാണ്. കൊലപാതകത്തെക്കുറിച്ച് മറ്റൊന്നും അറിയില്ലെന്നും പ്രസന്നകുമാർ 24-നോട് പറഞ്ഞു. ആലപ്പുഴയിൽ നിന്നും മനീഷ് മഹിവാൽ പ്രസന്നകുമാരിയുമായി സംസാരിച്ചു. കായംകുളം ഏരിയ കമ്മിറ്റി അംഗം, CPM ഏരിയ കമ്മിറ്റി അംഗം
KL പ്രസന്നകുമാരി രാജിവെച്ചു എന്ന തരത്തിൽ ഉള്ള വാർത്തയായിരുന്നു. ഇപ്പോൾ തന്നെ ജില്ലയിലെ മുതിർന്ന നേതാവ് KH ബാബുജാനെതിരെ വലിയ ആരോപണങ്ങളുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. മകൻ വിപിൻ സി ബാബു ഒരു കത്ത് കൊടുത്തതിൽ ചില പരാമർശവും വിവാദമായിരുന്നു. എന്താണെങ്കിലും പ്രസന്നകുമാരി തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അങ്ങനെ ഒരു രാജിക്കത്തുണ്ടോ? പാർട്ടി വിടാനായി കത്ത് നൽകിയിട്ടുണ്ടോ? രാജിക്കത്തല്ല, എനിക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ എൻ്റെ പ്രവർത്തനം, കാരണം ഇലക്ഷൻ ആയതുകൊണ്ട് സജീവമായി പ്രവർത്തിക്കണമല്ലോ, അപ്പോൾ അത് കഴിയാത്തത് കൊണ്ട് ഞാൻ ആ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് കൊടുത്തത്. ഈ കത്തിൽ പക്ഷേ ഒരു ചില നേതാവ് നടത്തുന്ന പ്രവർത്തനം കാരണം ദളിത് പിന്നോക്ക വിഭാഗത്തിലെ ആളുകൾ മാറി നിൽക്കുന്നു, നൂറുകണക്കിന് ആളുകൾക്ക് ഇത് ബാധിക്കുന്നുണ്ടെന്നൊക്കെ തരത്തിലുള്ള പരാമർശം കണ്ടിരുന്നു. അതൊന്നുമില്ല, അതൊന്നും വെറുതെയാണ്, അതിലങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ബാബു ജോസഫിന് അങ്ങനെ ആരുടെയും പ്രത്യേകിച്ച് പേരൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് കാരണം ഞാൻ പ്രവർത്തിക്കാതെ വന്നപ്പോൾ ഇലക്ഷനുമായി പ്രവർത്തിക്കുന്നില്ല എന്ന തരത്തിൽ എതിരാളികൾ പ്രചരിപ്പിച്ചപ്പോൾ എന്നാൽ ഞാൻ അവധിയെടുത്ത് നിൽക്കാമെന്ന് കണ്ടാണ് കത്ത് കൊടുത്തത്. അല്ലാതെ ആരെയും പ്രത്യേകമായി പരാമർശിക്കുന്നൊന്നുമില്ല. പാർട്ടിയായി പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കി PDGS നേതാക്കളുമായി താങ്കൾ ചില കൂടിക്കാഴ്ച നടത്തിയ ചിത്രങ്ങൾ പുറത്തത്, എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? എന്താണ് യാഥാർത്ഥ്യം? എതിരാളികൾ ഇതെല്ലാം പ്രചരിപ്പിച്ചപ്പോൾ അവർക്കൊക്കെ തോന്നി ഞാൻ എന്തോ പാർട്ടിയുമായി പിണങ്ങി നിൽക്കുവാണെന്ന്, ഒഴിഞ്ഞതാണെന്ന്. അപ്പോഴേ എന്നെ പലരും കാണാൻ വന്നു. ഞാൻ അവരോടെല്ലാം പറഞ്ഞു എനിക്ക് ആ പാർട്ടിയായിട്ടുള്ള പിണക്കമൊന്നുമല്ല, എൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മാത്രം ഞാൻ പോകുന്നില്ല. ഒരു കാര്യം കൂടി, മകനെ സംബന്ധിച്ച് ഉള്ള കാര്യമാണ്, അത് കുടുംബപരമായിട്ടുള്ള ഒരു സ്വകാര്യ കാര്യമാണെങ്കിൽ പോലും പാർട്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊടുത്തൊരു പരാതിയിൽ നടപടി എടുത്തിരുന്നു, 6 മാസം സസ്പെൻഷനിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വലിയ വിവാദ പരാമർശമുണ്ട്. 2001 നടന്നൊരു കൊലപാതകത്തിൽ മകൻ പ്രതിയായി നിരപരാധിയായിരുന്നു. പാർട്ടി ആലോചിച്ച് നടത്തിയ കൊലപാതകം, സത്യൻ കൊലപാതകം എന്നുള്ള ഒരു വലിയ ഗൗരവപരമായ വെളിപ്പെടുത്തലുണ്ട്. എങ്ങനെ പ്രതികരിക്കും? അത് എൻ്റെ മോൻ അന്ന് 18 വയസ്സേ ഉള്ളൂ. അന്ന് ഞാൻ ജനപ്രതിയാണ്. അപ്പോൾ എന്നെ പ്രതിയാക്കാൻ കഴിയാത്തത് കൊണ്ട് അന്ന് കോൺഗ്രസ് BJP സംയുക്തമാണ്, അവർ മോനെ പ്രതിയാക്കിയതാണ്. പക്ഷേ അവൻ അതിലില്ല. എന്നാൽ ഈ ഭാര്യ കൊടുത്ത കത്ത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ നടപടിയെടുത്തപ്പോൾ ആ സമയത്ത് ഞാൻ ഇതെല്ലാമായിരുന്നു. SFI ജില്ലാ സെക്രട്ടറി ആയിരുന്നു, പ്രസിഡൻ്റായിരുന്നു, DYY സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. ഞാൻ കരിയിലക്കുളങ്ങര നടന്ന സത്യം കൊലപാതക കേസിൽ എന്നെ ശിക്ഷിച്ചിട്ടുണ്ട്. നിരപരാധിയായ എന്നെ കേസിൽ പ്രതിയാക്കി ഞാൻ 60 ദിവസത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നൊക്കെ അന്ന് കാണിച്ചു കൊടുത്ത കത്താണ്. അതെടുത്തിപ്പോൾ എതിരാളികൾ നമുക്ക് പാർട്ടിക്കെതിരെ പ്രചരിപ്പിക്കുകയാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, അല്ലാതെ മറ്റൊന്നുമല്ല. നമുക്കതുമായിട്ടൊരു ബന്ധവുമില്ല. രുചി വിസ്മയം തീർത്ത് കണ്ണൂർ പറശ്ശിനിക്കടവിലെ വിസ്മയ പാർക്കിലെ ഫുഡ് ഫെസ്റ്റിവൽ. കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും വിഭവങ്ങൾ തക്കാര ഫുഡ് ഫെസ്റ്റിവലിൽ ഒരുക്കിയിട്ടുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് പാഴ്സൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഷെഫ് ഷാനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. മാനേജർമാരായ KM ബാബുരാജ്, VV നിതിൻ, അഭിജിത്ത്, ഷൈനി CP, സൂര്യ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഫുഡ് ഫെസ്റ്റിവൽ നാളെ സമാപിക്കും. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ 24 USSAയുടെ സീ ടു സ്കൈ പദ്ധതി തുടർച്ചയായ 3ാം വർഷത്തിലേക്ക്. ഭൗമദിനത്തോടനുബന്ധിച്ച് അമേരിക്കയുടെ പ്രധാന നഗരങ്ങളിൽ കുട്ടികളും മാതാപിതാക്കളും വോളണ്ടിയേഴ്സും വിവിധ പരിസ്ഥിതി സൗഹൃദ പദ്ധതികൾക്കായി കൈകോർക്കുകയാണ്. അമേരിക്കയിലെയും കാനഡയിലെയും വിദ്യാർത്ഥി സമൂഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് 24 USA സീ ടു സ്കൈ പ്രോഗ്രാം 3ാമത്തെ വർഷത്തിലേക്ക് കടക്കുകയാണ്. 2021 ഡോക്ടർ സാം പിട്രോഡ ഉദ്ഘാടനം ചെയ്ത 24 USA സീ ടു സ്കൈ പ്രോഗ്രാമിന്റെ പ്രകൃതി സംരക്ഷണ പദ്ധതികൾ ഇതിനോടകം ശ്രദ്ധേയമായി കഴിഞ്ഞു. ഈ വർഷം ഭൗമദിന ആഘോഷങ്ങളുടെ ഭാഗമായി അമേരിക്കയിലെ 12ഓളം നഗരങ്ങളിൽ 200-ൽ പരം കുട്ടികളും 100-ൽ പരം വോളണ്ടിയേഴ്സും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കും. സീ ടു സ്കൈയുടെ ഈ വർഷത്തെ ആദ്യ പരിപാടി അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനകളിലൊന്നായ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റണിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ കേരള ഹൗസ് അങ്കണത്തിൽ നടന്നു. We are here today for 24 News USA Sea to Sky program on celebrating Earth Day. It is so important to us to be here with the kids and with the executive boards of the Malayali Association. 30-ൽ പരം കുട്ടികളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത്. വരും ദിവസങ്ങളിൽ അമേരിക്കയിലെ മറ്റു നഗരങ്ങളിലും ഭൗമദിന ആഘോഷങ്ങൾ നടക്കുമെന്ന് നാഷണൽ കോർഡിനേറ്റർ നീന സുധീർ അറിയിച്ചു. തുടർച്ചയായ 3ാം വർഷവും സീ ടു സ്കൈ പ്രോഗ്രാമുമായി 24 USA മുന്നോട്ട് വരുമ്പോൾ അതിനു കാരണമായത് പോയ വർഷങ്ങളിൽ ലഭിച്ച ജനപിന്തുണയും മികച്ച വിജയവും തന്നെയാണ്. മീനു ചേലാടൻ, 24 USA.
അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ 11 ജില്ലകളിലാണ് ഉയർന്ന താപനില മുന്നറിയിപ്പ്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ 38 ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ്. അപ്പോൾ അപ്പം സമാധാനമായി ശാന്തമായിരിക്കുക, സൂക്ഷിക്കുക, ചൂടിനെ സൂക്ഷിക്കുക. ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ റഷ്യ റദ്ദാക്കുന്നു. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടർന്നാണ്. അപ്പോൾ ആ മേഖല കുറച്ചുകൂടി സംഘർഷഭരിതമാകുന്നു. അങ്ങനെ വാർത്താഭരിതമായ ദിവസം തന്നെയാണ് നമ്മൾ കാണുക. ഇന്ന് വൈകിട്ട് 8 മണിക്ക് എൻകൗണ്ടറിലാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശാന്തിയും സമാധാനവും നിറഞ്ഞൊരു ദിവസം. വിശ്വാസം ഒരിക്കൽ കൂടി.